എലത്തൂരിലെ തോൽവിയിൽ കെ ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി എൻസിപിയുടെ എലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി. എതിർപ്പ് മറികടന്ന് മത്സരിച്ച ശശീന്ദ്രൻ തോൽവി ചോദിച്ചു വാങ്ങിയതാണെന്ന് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി അരവിന്ദൻ മീഡിയ വണിനോട് പറഞ്ഞു. മറ്റാരും മത്സരിച്ചിരുന്നെങ്കിൽ എലത്തൂരിൽ വിജയം ഉറപ്പായിരുന്നുവെന്നും ഇവർ കൂട്ടിച്ചേർത്തു. എൻസിപിയുടെ യുവജന വിഭാഗമായ NYCയും ശശീന്ദ്രൻ മത്സരിച്ചതിനെ വിമർശിച്ചു. എലത്തൂരിലെ കെ ശശീന്ദ്രന്റെ തോൽവിക്ക് പിന്നാലെ അദ്ദേഹത്തിനെതിരായ വിമർശനം വീണ്ടും ഉയരുകയാണ്. NCPയിൽ നിന്നും തന്നെയാണ് ആ വിമർശനം ഉയരുന്നത്. ഇതിലിപ്പോൾ പ്രതികരണവുമായി എലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയായ അരവിന്ദൻ നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. നിലവിൽ ഇപ്പോൾ ഒരു തോൽവി ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനോടുള്ള ഒരു പ്രതികരണം? കേരളത്തിന്റെ പൊതുവെ ഇടതുപക്ഷത്തിനുണ്ടായ തോൽവിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ എലത്തൂരിലെ തോൽവി ബഹുമാന്യനായ കെ ശശീന്ദ്രനെ ചോദിച്ചു വാങ്ങിയ തോൽവിയാണ്. കാരണം അദ്ദേഹം ഒരുപാട് കാലം MLA ആയി, മന്ത്രിയായി. അപ്പം പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണോ? അപ്പോൾ അത് അദ്ദേഹത്തിനോട് പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തു, പക്ഷേ അതും അവഗണിച്ചു. സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു, അതും അവഗണിച്ചു. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നത്. ആ ഗ്രൗണ്ട് റിയാലിറ്റി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് തന്നെയാണ് എലത്തൂരിലെ ഒരു പരാജയത്തിൻ്റെ ഒരു കാരണം തന്നെ. അദ്ദേഹം മാറി മറ്റാര് മത്സരിച്ചാലും ഈ എന്ത് കൊടുങ്കാറ്റ് UDFന് വന്നാലും എലത്തൂരിൽ അത് പരമ്പരാഗത LDFൻ്റെ വോട്ടിന് എന്തായാലും ചെറിയൊരു വോട്ടിന് എന്നെങ്കിലും LDF ജയിക്കും. ഇപ്പോൾ മറ്റ് മന്ത്രിമാർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ഇതിനെ കൂട്ടിക്കൊരു കാരണം തൊട്ടപ്പുറത്താണ് വേപ്പൂര്, അവിടെയും ശക്തമായി. പക്ഷേ അവിടെ മന്ത്രി റിയാസ് ജയിച്ചല്ലോ. പ്രാദേശികമായ പ്രവർത്തകർക്ക് ഒരു MLA ഉള്ള പാർട്ടി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഈ ഒരുപാട് കാലത്തിന് ശേഷം അദ്ദേഹം അത് ഇല്ലാതാക്കി എന്നത് സാധാരണ NCP പ്രവർത്തകർക്ക് വളരെ പ്രയാസമുണ്ട്. ബാക്കിയൊക്കെ ചിലപ്പോൾ നമുക്ക് വില കൊടുത്ത് വാങ്ങാം, ചിലപ്പോൾ സീറ്റ് നമുക്ക് ചിലപ്പോൾ വില കൊടുത്ത് വാങ്ങാം. പക്ഷേ ജനങ്ങളുടെ മനസ്സ് അത് വില കൊടുത്ത് വാങ്ങണമെങ്കിൽ അത് വാങ്ങാൻ കഴിയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമാവും എലത്തൂർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.